യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം ഓർക്കുക. നിങ്ങൾ കടന്നു വന്ന ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൈ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വഴികൾ അടഞ്ഞപ്പോൾ വഴി തുറന്നവനും, കണ്ണീരിൻ്റെ രാത്രികളിൽ ആശ്വാസമായവനും, ബലഹീനതയിൽ ശക്തിയായവനും ദൈവം തന്നെയാണ്. മോശയെ ചെങ്കടലിലൂടെ നടത്തിയ ദൈവം, യോസേഫിനെ തടവറയിൽ നിന്നും ഉയർത്തിയ ദൈവം, ദാനിയേലിനെ സിംഹങ്ങളുടെ നടുവിൽ കാത്ത ദൈവം ഇന്നും മാറാത്തവനാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കാനല്ല, വിശ്വാസത്തിൽ വളർത്താനും ദൈവത്തിൻ്റെ ശക്തി അറിയിക്കാനും അനുവദിക്കപ്പെട്ടവയാണ്. നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ കാണാത്ത വഴികളിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കണ്ണീരുകൾ നാളെയും സാക്ഷ്യമായി മാറും. ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ജീവിതം ഒരിക്കലും വെറുതെയാകില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ മറുപടിക്ക് തൊട്ടു മുൻപാണ് പോരാട്ടം ഏറ്റവും ശക്തമാകുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും. പ്രതീക്ഷിച്ച വാതിൽ തുറക്കാതെ പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഒന്ന് യോസേഫിനെ ഓർത്തു നോക്കൂ. ദൈവം തനിക്ക് സ്വപ്നം നൽകി. പക്ഷേ സ്വപ്നം ലഭിച്ചതിന് പിന്നാലെ കുഴിയും അടിമത്തവും തടവറയും നേരിടേണ്ടി വന്നു. തടവറ കണ്ടപ്പോൾ തൻ്റെ സ്വപ്നം മരിച്ചില്ല. അവിടെ സാഹചര്യം മാറിയെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മാറിയില്ല. അതുകൊണ്ട് ഇന്ന് നിന്റെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ കൂടുന്നു എന്നതുകൊണ്ട് ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. നീ കാണുന്നത് തടവറയായിരിക്കാം, ദൈവം കാണുന്നത് കൊട്ടാരത്തിലേക്കുള്ള വഴിയായിരിക്കാം. അതിനാൽ നിന്റെ ശ്രദ്ധ പോരാട്ടത്തിന്റെ വലുപ്പത്തിലല്ല, വാഗ്ദാനം നൽകിയ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആയിരിക്കട്ടെ. കാരണം ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയുടെ അവസാനം ഇതല്ല. നിനക്ക് ഏറ്റവും വലുത് അവൻ തരും. ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരെ നിൽക്കുന്നത് പോലെ തോന്നുമ്പോൾ ഏലീശായെ ഓർക്കുക. തൻ്റെ ദാസൻ ചുറ്റും നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ശത്രുക്കളുടെ സൈന്യം മാത്രം. പക്ഷെ ഏലീശ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, ഇവൻ കാണാത്ത തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. കണ്ണുകൾ തുറന്നപ്പോൾ ദാസൻ കണ്ടത് ശത്രുക്കളെക്കാൾ വലിയ ദൈവത്തിൻ്റെ സൈന്യമായിരുന്നു. അതിനാൽ ഓർക്കുക, നീ ഇപ്പോൾ കാണുന്നത് നിന്റെ കഥയുടെ മുഴുവൻ ഭാഗമല്ല. നിന്റെ ചുറ്റും പ്രശ്നങ്ങൾ മാത്രമാണെന്ന് തോന്നിയാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നീ ഇതുവരെ കാണാത്തതാകാം. അതുകൊണ്ട് മനുഷ്യരുടെ വാക്കുകളിലേക്കും സാഹചര്യങ്ങളുടെ ഭീഷണിയിലേക്കും മാത്രം നോക്കരുത്. കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തൂ. നിന്റെ സമാധാനം അത് ദൈവത്തിൻ്റെ കൈകളിലാണ്.